ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ്? നെയ്യ് അഭിഷേകം ഉൾപ്പെടെ എങ്ങനെയാണ്? അഭിഷേകം ചെയ്ത നെയ്യ് വാങ്ങാനുള്ള സംവിധാനം എങ്ങനെയാണ്? ഈ അന്വേഷണം നടക്കുമ്പോൾ അവിടുത്തെ ഒരു പൊതു അന്തരീക്ഷം എങ്ങനെയാണ്? നിലവിലിപ്പോൾ നെയ്യഭിഷേകത്തിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം രാവിലെ 8:30-ക്ക് ശേഷം 11 മണി വരെയായിരുന്നു നെയ്യഭിഷേക സമയം. അതിനുശേഷം വന്ന ഭക്തർ ഇനിയിപ്പോൾ നാളെ നെയ്യഭിഷേകം നടത്തി മടങ്ങാനേ കഴിയുകയുള്ളൂ. നമുക്കിവിടെ കാണാം, ഭക്തരൊക്കെ നെയ്ത്തേങ്ങയിൽ നിന്ന് നെയ്യെല്ലാം പൊട്ടിച്ച് ഈ തങ്ങളുടെ പാത്രത്തിലേക്ക് മാറ്റി അത് ഇനിയിപ്പോൾ പുലർച്ചയോടുകൂടി അഭിഷേകം ചെയ്ത് മടങ്ങാനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇതര സംസ്ഥാനക്കാരായ ഭക്തരാണ്. ഇന്നിപ്പോൾ ശബരിമലയിൽ ദർശനത്തിന് വലിയ തിരക്കൊന്നുമില്ല. ഒരു ആളൊഴിഞ്ഞ ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ ശബരിമലയിലുള്ളത്. സാധാരണഗതിയിൽ ഞായറാഴ്ചകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടേണ്ടതാണ്. പക്ഷേ ഇന്ന് അങ്ങനെ തിരക്കുമില്ല. വെള്ളിയാഴ്ച 79,000-ഓളം ഭക്തരാണ് വന്നതെങ്കിൽ ശനിയാഴ്ച അത് 61,000-ആയിട്ട് കുറഞ്ഞു. ഞായറാഴ്ചയിലേക്ക് എത്തിയപ്പോൾ അത് പിന്നീട് ഇപ്പോൾ ഇന്ന് വൈകിട്ടത്തെ കണക്ക് വരുമ്പോൾ അതിലും കുറയാനാണ് സാധ്യത. നമുക്ക് ഇവിടുത്തെ കുറച്ച് മലയാളികളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരൊക്കെ ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു ദർശനം? എങ്ങനെയുണ്ടായിരുന്നു ദർശനം? കൊള്ളായിരുന്നു, എളുപ്പമായിരുന്നു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പെരുമൺ. നെയ്യഭിഷേകമൊക്കെ നടത്തിയോ? നെയ്യഭിഷേകം നടത്തിയോ? ഇല്ല, എപ്പോഴാണ് നടത്തുക? ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ നടത്തി നെയ്യഭിഷേകം നടത്താൻ കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഉള്ളവർ കൊണ്ടുപോയിട്ടുണ്ട്, നടത്തി. ഇന്നത്തെ സമയം കഴിഞ്ഞു. എവിടെ നിന്നാ വരുന്നേ? ഞാൻ കടമ്പനാട്. നെയ്യഭിഷേകം നടത്തിയോ? നെയ്യഭിഷേകം എല്ലാം നടത്തി. സന്നിധാനത്ത് തൊഴാൻ പറ്റിയ ഞങ്ങൾ വന്ന സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നെയ്യഭിഷേകത്തിന് ഒരു കോടതിയുടെ ഇടപെടലുണ്ടായൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? കോടതിയുടെ ഇടപെടലുണ്ടായ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിരുന്ന അത് നല്ല കാര്യമാണ്. കോടതി ഇടപെടുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പമ്പയെ തന്നെ നോക്കിയാലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വസ്ത്രങ്ങളൊക്കെ അഴിച്ചു മാറ്റിയിട്ടേക്കുന്ന അതൊക്കെ എന്ന് പറഞ്ഞാൽ കോടതി ഇടപെട്ടെങ്കിൽ മാത്രമേ അത് വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ശുചീകരണം നടക്കത്തില്ല കൃത്യമായിട്ട് കോടതി ഇടപെടണം. ഇവിടുത്തെ ഓരോ കാര്യങ്ങൾക്കും കോടതി ഇടപെടേണ്ടുന്ന അത്യാവശ്യ കാര്യമാണ്. അതിപ്പോഴാണ് അത് നല്ല രീതിയിൽ ആ ഒരു നിയമം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. ഈ തന്ത്രിമാരുടെ മുറിയിലേക്ക് നെയ്യഭിഷേകത്തിനായിട്ട് ഏജന്റുമാരൊക്കെ പ്രവർത്തിക്കുന്നു എന്നതൊക്കെ ആയിരുന്നു ഇവിടുത്തെ വിജിലൻസ് കണ്ടെത്തിയത്. അങ്ങനെയാണ് കോടതി ഇടപെട്ടത്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ പറയാൻ ഞാനിപ്പോൾ ആളല്ല. അതുകൊണ്ട് എന്തായാലും കോടതിയുടെ ഇടപെടൽ വേണം എന്ന് തന്നെയാണ് ഭക്തരുടെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു വികാരവും ഇതും. നിലവിലിപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതിനാൽ തന്നെ വലിയ തിരക്ക് നമുക്ക് ഈ ശബരിമലയിൽ കാണാൻ കഴിയുന്നില്ല. രാവിലെ 11 മണി സമയത്തൊക്കെ 18-ാം പടിയിൽ ഓരോ ഭക്തരും നടന്നു കയറി തൊഴാവുന്ന രീതിയിലായിരുന്നു. കാരണം അത്രയേറെ തിരക്ക് കുറഞ്ഞ സമയമായിരുന്നു. ഇന്നിപ്പോൾ ഇതര സംസ്ഥാനക്കാരായ ആളുകളാണ് ഇപ്പോൾ വിരിവെച്ച് തങ്ങളുടെ കയ്യിലുള്ള നെയ്ത്തേങ്ങ ഇപ്പോൾ പൊട്ടിച്ച് അത് അഭിഷേകത്തിന് വേണ്ടി ഞായറാഴ്ചകളിൽ വലിയ അവധി ദിവസങ്ങളിൽ വലിയ തിരക്കാണ്. അപ്പോൾ വലിയ തിരക്കിന്റെ കണക്കും വാർത്തയൊക്കെ വന്നതുകൊണ്ടാണോ ഇനി തിരക്ക് കുറഞ്ഞത്? ഞായറാഴ്ച പോയാൽ വലിയ ബുദ്ധിമുട്ടായി പോകും എന്തും ഒക്കെ എല്ലാവരും കരുതുന്നുണ്ടാകും അല്ലേ? ഒരുപക്ഷെ അതായിരിക്കാം. കാരണം നിലവിൽ ശബരിമലയിലെ സ്ലോട്ട് ബുക്കിംഗ് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ വരുന്ന 2 ആഴ്ചത്തേക്ക് പോലും ബുക്കിംഗ് കിട്ടാനില്ല എന്ന ഒരു പരിഭവവും പരാതിയുമൊക്കെയാണ് ഭക്തർ പലരും പറയാറ്. പക്ഷേ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഈ ബുക്ക് ചെയ്ത സ്ലോട്ടിലുള്ള ആളുകൾ പോലും എത്തുന്നില്ല എന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പമ്പയിലും നിലക്കയിലും എരുമേലിയിലും അടക്കം കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ ഇതിൻ്റെ കാരണം ഇതര സംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ ബുക്ക് ചെയ്തിട്ട് വരാതിരുന്നതാകാം. കാരണം ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അതും കൂടി ഒരുപക്ഷെ അതും കണക്കാക്കുന്നുണ്ട്. നിലവിലിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 18-ാം പടിക്ക് മുമ്പിലുള്ള ആ ഒരു തിരക്കാണ്. പക്ഷേ തൊട്ടിപ്പുറത്തേക്ക് നടപ്പന്തലിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള തിരക്കുമില്ല. അതായത് വളരെ സുഗമമായ രീതിയിൽ ഇപ്പോൾ ദർശനം നടത്തി പോകാവുന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലിപ്പോൾ ശബരിമലയിലുള്ളത്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. അങ്ങനെ എന്തുകൊണ്ടും നല്ല രീതിയിൽ ദർശനം നടത്തി പോകാവുന്ന ഒരു സാഹചര്യമാണ്. தரிசனம் உண்மையாகவே ரொம்ப இது மாதிரி நான் பார்த்ததே கிடையாது. இதுதான் இந்த வாட்டி நான் ரொம்ப ஐயப்பனை நினச்சி வந்தேன். நல்லபடியான தரிசனம். இந்த மாதிரி உள் மனசோடு நினச்சி வரணும் எல்லாரும். தயவு செய்து ஐயப்பனுக்கு உள் மனசோட பக்தியாக நினச்சி வாங்க. யாராக இருந்தாலும் இந்த அளவுக்கு ஃப்ரீயாக கிடைக்கும். ரொம்ப നന്ദി സാർ. കൂട്ടമേ ഇല്ല സാർ, ഫ്രീயாக ഇருக்கு. വിവരങ്ങൾ നൽകിയത് അവിടെ നിന്നുള്ള അയ്യപ്പസ്വാമികളുടെ പ്രതികരണം ഉൾപ്പെടെ ഒട്ടും തിരക്കില്ല. സന്നിധാനത്ത് 18-ാം പടി തൊട്ട് താഴേക്കാണ് ഇപ്പോൾ ശ്യാം എത്തിയത്. ക്യാമറയിലെ ദൃശ്യങ്ങൾ അവിടെ നിന്നുള്ള